ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം പാഴ്ചപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതായ ആ വേദഭാഗം യോസഫിന്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. യഹോവയായ ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ആരംഭ ദിശയാണത് നമ്മൾ മനസ്സിലാക്കി. ഈ ലോകത്തിൽ വലിയവനായ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? ഒരു ജനതയെ വേർതിരിക്കുകയാണ്. ആ ജനതയെ വേർതിരിക്കുന്നതിന്റെ പ്രാരംഭമായി അബ്രഹാമിനോട് ദൈവം ചെയ്തതായ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടുകയാണ്. അബ്രഹാമിൽ കൂടെ യഹോവയായ ദൈവം ഈ ലോകത്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് അബ്രഹാമിന്റെ സന്തതിയായ അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ ഇസ്രായേലിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിനുള്ളതായ പദ്ധതികൾ ദൈവം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോഗ്രഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ഇസ്രായേലിനെ ശക്തമായ ഒരു രാഷ്ട്രമാക്കി മാറ്റുവാൻ ദൈവം ചെയ്യുന്നതായ പദ്ധതിയാണ്. ഒരിക്കലും അബ്രഹാം ചെയ്തതായ തെറ്റിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്, യാക്കോബിനോ തന്റെ കുടുംബത്തിനോ ലഭിക്കുന്നതായ ശിക്ഷയുടെ ഭാഗമായിട്ടോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ നിത്യതയുടെ പ്ലാനിന്റെ തുടർമാനം ആണ് എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. യോസഫ് തന്റെ ജീവിതത്തിന്റെ നാലാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. 3 ഘട്ടം തന്നെ പിന്നിട്ടു. ആ 3-ാമത്തെ ഘട്ടത്തിൽ യോസഫ് കാരാഗൃഹത്തിലായിരുന്നതായ കാര്യം നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായിട്ട് തീർന്നു. തന്റെ കാരാഗൃഹത്തിലായിരുന്നതായ സമയം ഫറവോന്റെ 2 ഉദ്യോഗസ്ഥന്മാരും യോസഫിനോടൊപ്പം കാരാഗൃഹത്തിലായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ഒരു രാത്രിയിൽ അവർ 2 പേരും വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നങ്ങൾ യോസഫിന്റെ നിർബന്ധപ്രകാരം യോസഫിനോട് പറയുവാൻ അവർക്ക് ഇടയായി. യോസഫിനോട് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോ യോസഫ് എന്ത് ചെയ്തു? ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി. സ്വപ്നം വ്യാഖ്യാനിച്ചതനുസരിച്ച് യോസഫ് പറഞ്ഞതായ ആ കാലദൈർഘ്യത്തിനുള്ളിൽ തന്നെ ആ 2 സ്വപ്നങ്ങളും നിവർത്തീകരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ സ്വപ്നം കണ്ടതുപോലെ ഫറവോന്റെ അപ്പക്കാരുടെ പ്രമാണിയെ 3 ദിവസം കഴിഞ്ഞപ്പോ തൂക്കിക്കൊല്ലുവാനും അതുപോലെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ തന്റെ ഉദ്യോഗത്തിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യുവാനും കൽപ്പനയായി. പാനപാത്രവാഹകനോട് സ്വപ്നത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചപ്പോ യോസഫ് എന്താ പറഞ്ഞത്? നിന്നെ തന്റെ സ്വസ്ഥാനത്ത് തിരികെ ചേർക്കും. നീ ഫറവോന്റെ സന്നിധിയിൽ പാനപാത്രവാഹകനായി നിൽക്കുമ്പോൾ എന്റെ കാര്യം കൂടെ ഒന്ന് പറയാൻ നീ ഒന്ന് ഉത്സാഹിക്കണം എന്നൊരു ഹൈ റെക്കമെൻഡേഷൻ യോസഫ് ആ പാനപാത്രവാഹകനോട് നേരിട്ട് നൽകുകയാണ്. നോക്കിയ ഒരു ഹൈ റെക്കമെൻഡേഷന് വേണ്ടി ഉള്ളതായ കാര്യങ്ങൾ യോസഫ് ചെയ്തു. നിശ്ചയമായും അത് യോസഫിന് അർഹതപ്പെട്ടതാണ് ആ റെക്കമെൻഡേഷൻ. പക്ഷേ നമ്മൾ വായിക്കുന്നത്
40-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ചാപ്റ്റർ 40 വേഴ്സസ് 23 ഇങ്ങനെയാണ്: എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. മനുഷ്യന്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ അർഹിക്കുന്നത് പോലെ, നാം ആഗ്രഹിക്കുന്നത് പോലെ, നാം അർഹിക്കുന്നത് പോലെ കിട്ടുവാൻ സാധ്യത കുറവാണ്. അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. യോസഫിനെ സംബന്ധിച്ച് ആ യോസഫ് പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം മുതൽ അവരിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ, ഒരു ദിവസം ആ ജയിലിന്റെ പ്രമാണി വരും, എന്റെ കാരാഗൃഹത്തിന്റെ വാതിൽ തുറക്കും, ഫറവോന്റെ കൽപ്പന പ്രകാരം തന്നെ റിലീസാക്കിയിരിക്കുന്നു എന്ന് പറയും എന്നൊക്കെയുള്ള ആ മനോഹരമായ സ്വപ്നം കണ്ട് ഇരിക്കുകയായി യോസഫ്. പക്ഷേ മാസങ്ങൾ, വർഷങ്ങൾക്ക് വഴിമാറിയപ്പോ യോസഫിന് മനസ്സിലായി പാനപാത്രവാഹകന്മാരുടെ പ്രമാണി തന്നെ മറന്നു കളഞ്ഞു എന്നുള്ളത് അവന് തീർച്ചയായി. പക്ഷേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി, ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ മറന്നുപോയാലും മറക്കാത്ത ഒരുവൻ യോസഫിന് വേണ്ടി സ്വർഗത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് തുടർന്നുള്ളതായ അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് ധൈര്യത്തിനുള്ളതായ ദൈവത്തിന്റെ വചനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കണമേ, നിരാശയുടെ പടുകുഴിയിലേക്ക് നാം വീണുപോകുമ്പോ, ആശയറ്റവരായി തീരുമ്പോ, സഹായം അർഹിക്കുന്നതായ സ്ഥലത്തു നിന്ന് സഹായം ലഭിക്കുവാൻ കഴിയാതെ വരുമ്പോ, പലരും നമ്മെ മറന്നു കളയുമ്പോ, പലരും നമ്മെ ത്യജിച്ച് കളയുമ്പോ, നമ്മെ കണ്ട ഒരുവനുണ്ട്, നമ്മെ വിളിച്ച ഒരുവനുണ്ട്, നമ്മെ വേർതിരിച്ച ഒരുവനുണ്ട്, നമ്മെ നടത്തുന്ന ഒരുവനുണ്ട്. അവന്റെ കരം ഒരിക്കലും കുറുകിപ്പോയിട്ടില്ല, അവന്റെ ചെവി ഒരിക്കലും നന്നമായിട്ടുമില്ല. അത് വലിയവനായ നമ്മുടെ ദൈവമാണ്. അവിടുന്ന് എപ്പോഴും നമ്മെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും, നമ്മെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിലവാരവും നന്നായി അറിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോ അത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായി, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അപ്പുറമായി, നമ്മുടെ വിചാരങ്ങൾക്കൊക്കെ അപ്പുറമായി ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ പ്രവർത്തിക്കുമെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വർഷം 2 കഴിഞ്ഞു. 41-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അവിടെ ഫറവോന്റെ ജോസഫിന്റെ ജീവിതത്തിൽ 4-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 41-ാം അധ്യായം. കാരാഗൃഹത്തിൽ നിന്ന് ഫറവോൻ യോസഫ് അടുത്ത സ്റ്റേജിലേക്ക് ഉയർത്തപ്പെടുകയാണ്. തന്റെ ജീവിതത്തിന്റെ 4-ാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഫറവോന്റെ മന്ത്രിയായി യോസഫ് മാറ്റപ്പെടുന്നതായ ആ നിമിഷങ്ങളാണ് നമുക്ക് 41-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. വർഷം 2 കഴിഞ്ഞു. ഏത് കഴിഞ്ഞിട്ട് പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജയിൽ വിമോചിതനായിട്ട് തന്റെ സ്ഥാനത്തേക്ക് അവരോഹിതനായിട്ട് വർഷം 2 കഴിഞ്ഞു. ഈ 2 വർഷം കൊണ്ട് ആ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്ക് പലതും യോസഫിന് വേണ്ടി ചെയ്യാമായിരുന്നു. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവൻ മറന്നു കളഞ്ഞത് കൊണ്ട് യോസഫിന് അവനിൽ നിന്ന് യാതൊരു സഹായവും ലഭിച്ചില്ല. പക്ഷേ ദൈവം തക്ക സമയമായപ്പോ അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ, യോസഫിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവം കാരാഗൃഹത്തിൽ ഇറങ്ങി വന്നില്ല. ദൂതനെ കാരാഗൃഹത്തിലേക്ക് യോസഫിന്റെ അടുക്കലേക്ക് വിട്ടില്ല. ആ കാരാഗൃഹത്തിന്റെ വാതിലുകൾ ദൂതൻ വന്ന് തുറന്നു കൊടുത്തില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കണമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ മനുഷ്യൻ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ പ്രവൃത്തി. നാം വിചാരിക്കുന്നതായ വഴികളിൽ കൂടി അല്ല ദൈവത്തിന്റെ പ്രവൃത്തി വരുന്നത്. നാം കരുതുന്ന നമ്മുടെ ബുദ്ധിപരമായ നീക്കങ്ങൾക്ക് അനുസരിച്ചല്ല ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്.
നാം വിചാരിക്കാത്തതായ വ്യത്യസ്തമായ വഴികളിൽ കൂടിയായിരിക്കും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. കാലങ്ങൾ, ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞപ്പോ യോസഫ് കാര്യമേ അങ്ങ് മറന്നു. ഇനിയും ജയിലിൽ തന്നെയാണ് തന്റെ അവസാനമെന്ന് കരുതിയിരുന്നതായ യോസഫിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചത് എവിടെയാണ്? രാത്രിയുടെ യാമങ്ങളിൽ ഫറവോന്റെ ആ അന്തഃപുരത്തിൽ, ഫറവോന്റെ ഉറക്കറയിൽ ദൈവം പ്രവർത്തിപ്പാനായിട്ടിടയായി. ഒരു രാത്രിയിൽ ദൈവം അവനോട് ഇടപെടുകയാണ്. തന്റെ രാജ്യത്ത് സംഭവിപ്പാൻ പോകുന്നതായ ചില പ്രത്യേക സംഭവങ്ങൾ ആ ഫറവോനെ കാണിച്ചുകൊണ്ട് അത് ഫറവോന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുകയാണ്. നമുക്കറിയാം, ഒരു രാത്രിയിൽ രണ്ട് സ്വപ്നങ്ങൾ, ഒരുപോലെയുള്ളതായ രണ്ട് സ്വപ്നങ്ങൾ ഫറവോൻ കാണുവാനായിട്ടിടയായിട്ട് തീർന്നു. ഞാൻ ആ സ്വപ്നം ഒന്നും വിവരിക്കുന്നില്ല. ആ 41-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഫറവോന്റെ സ്വപ്നങ്ങൾ, അതിന്റെ വ്യാഖ്യാനവും 1 മുതൽ 36 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫറവോനോട് യോസഫ് സ്വപ്നങ്ങൾ വിവരിച്ചു കൊടുക്കുവാനായിട്ടിടയായി. വിവരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ യോസഫ് പറഞ്ഞത്, ഇത് ദൈവം മിസ്രയീമിന്റെ മേൽ വരുത്തുവാനിരിക്കുന്നതായ ഭാവി കാര്യങ്ങളുടെ ഒരു റെവലേഷൻ ആണ് എന്ന് പറഞ്ഞ് ആ ദേശത്തുണ്ടാകുവാനിരിക്കുന്നതായ 7 സമൃദ്ധമായ വർഷങ്ങളെയും അതിനെ തുടർന്നുണ്ടാകുവാനിരിക്കുന്ന 7 ക്ഷാമത്തിന്റെ വർഷങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്വപ്നം വ്യാഖ്യാനിക്കുക മാത്രമല്ല യോസഫ് ചെയ്തത്. സ്വപ്നം വ്യാഖ്യാനിച്ചേക്ക് പ്രശ്നം പറഞ്ഞിട്ടങ്ങ് പോകുവാനുള്ളതല്ല ദൈവ പൈതലിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതിനു വേണ്ടി ദൈവം മുന്നമേ തന്നെ പ്ലാൻ ചെയ്ത് യോസഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, യോസഫിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ഫറവോൻ നേരിടാനിരിക്കുന്നതായ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ് അതൊന്ന് വലുതാക്കി കാണിച്ച് അത് അങ്ങനെ അങ്ങ് വിട്ടേച്ച് പോകുവാനല്ല യോസഫിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ യോസഫ് തുടർന്ന് പറയുകയാണ്, ആ സ്വപ്നം വ്യാഖ്യാനിച്ചതിന് ശേഷം 2 സ്വപ്നങ്ങളും അതാതിന്റെ രീതിയിൽ വ്യാഖ്യാനിച്ചതിന് ശേഷം യോസഫ് എന്താ പറഞ്ഞത്? യോസഫ് അതിനുള്ളതായ പരിഹാരമാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദൈവ പൈതൽ പ്രശ്നങ്ങൾ പറയാൻ മാത്രമല്ല, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാനുള്ളതായ വിസ്ഡം പ്രാപിച്ചിരിക്കണമെന്ന് നമ്മെ ഓർപ്പിക്കുന്ന വേദഭാഗമാണത്. പലരും പ്രശ്നങ്ങൾ പറയാൻ മിടുക്കന്മാരാണ്. പ്രശ്നമില്ലാതിരിക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പലരും ബഹുമിടുക്കരാണ്. ശാന്തമായി പോകുന്നതായ അന്തരീക്ഷത്തിൽ ഒരു കല്ലെടുത്തിട്ട് അവിടെ അലകൾ ഉണ്ടാക്കി ഒരു ജലപ്പരപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് പോലെ ഒരു ഭവനാന്തരീക്ഷത്തിലായാലും ഒരു സഭാന്തരീക്ഷത്തിലായാലും ഒരു സമൂഹത്തിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ ആ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് പ്രശ്നത്തിന് മേൽ പ്രശ്നം ഉണ്ടാക്കുവാനുള്ളതായ സാമർഥ്യവും ചിലർക്ക് വളരെ കൂടുതലാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? സ്വർഗരാജ്യ പൗരന്മാരുടെ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോ ശ്രദ്ധിക്കണം. ഞാൻ കൂടെ പറയുന്നൊരു കാര്യമാണ്. അത് എപ്പോഴും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഒരുപക്ഷെ നിങ്ങൾ ബോറടിച്ചാലും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്വഭാവം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. സ്വർഗരാജ്യത്തേക്ക് പോകുവാനാണ് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതല്ലേ? നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? സ്വർഗരാജ്യത്തിൽ പോകണമെന്നുള്ളതാണ്. ഇപ്പൊ രാജ്യമാകുമ്പോ ആ രാജ്യത്തിലെ പൗരന്മാരായിട്ടാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. ആ രാജ്യത്തിന് ചേരുന്നതായ രീതിയിൽ
പൗരത്വ യോഗ്യതകളുണ്ട്. ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് എ സിറ്റിസൺ ഉണ്ട്. ആ ക്വാളിഫിക്കേഷനെ കുറിച്ച് കർത്താവ് ആഴമായി വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കുന്നതായ തന്റെ പ്രസംഗമാണ്, തന്റെ ഉപദേശമാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. ആ ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അടിസ്ഥാനമേ ശരിയാകത്തില്ല. ഒരു ദൈവവൈതലിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ശരിയാക്കേണ്ടതിന് ആ അടിസ്ഥാന ഉപദേശങ്ങൾ 40 കൂട്ടം കാര്യങ്ങൾ, 40 അടിസ്ഥാന ഉപദേശങ്ങൾ നാം അറിഞ്ഞിരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയും വേണം. അപ്പൊ നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു വന്നത്, രാജ്യത്തിന് വലിയ പ്രശ്നമുണ്ടാകാൻ പോകുകയാണ്. ആ പ്രശ്നം എന്താണ്? 7 വർഷത്തെ കൊടുമ്പിരി കൊണ്ടതായ ക്ഷാമം വരുമെന്ന് യോസഫ് പ്രവചിച്ചിരിക്കുകയാണ്. ഇനി എന്റെ പ്രവചനം സംഭവിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് യോസഫ് എന്ത് ചെയ്തില്ല? ക്ഷാമം വരട്ടെ, പിന്നെ നമുക്ക് ചിന്തിക്കാം, ക്ഷാമം വന്നു കഴിയുമ്പോ അവരെന്റെ അടുത്ത് വരും എന്ന് പറഞ്ഞ് യോസഫ് പിന്മാറുകയല്ല. ആ പ്രശ്നത്തിനുള്ളതായ പരിഹാരം യോസഫ് പറയുവാനായിട്ടിടയായി. എന്താണ് യോസഫ് പറഞ്ഞത്? അതുകൊണ്ട് മഹാരാജാവേ, അതുകൊണ്ട് ഫറവോനെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ 7 സംവത്സരം സമൃദ്ധിയുള്ള സംവത്സരം വരുമല്ലോ. ആ സംവത്സരം വരുമ്പോ ആകുന്നിടത്തോളം ആ ദേശത്ത് സമൃദ്ധമായ ആ വിളവുണ്ടാകുമ്പോ അത് ധാരാളിത്തം കാണിച്ച് അത് വൃഥാവാക്കി കളയരുത്, ചവിട്ടിക്കളയരുത്. അതെന്ത് ചെയ്യരുത്? അത് വെറുതെ കളയരുത്. പിന്നെയോ അത്യാവശ്യത്തിനുള്ളതായ കാര്യങ്ങൾ വിനിയോഗിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യണം? ശേഖരിക്കണം. ബാക്കിയുള്ളതെല്ലാം ശേഖരിച്ച് അതിനുള്ളതായ ഗോഡൌൺസ് ഉണ്ടാക്കണം. പാണ്ഡികശാലകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കണം. എന്നിട്ട് പാണ്ഡികശാലകൾ നിറയ്ക്കണം. ആ വിഭവങ്ങളെ കൊണ്ട്, ആ ധാന്യങ്ങളെ കൊണ്ട് പാണ്ഡികശാലകൾ നിറയ്ക്കണം. 7 വർഷം സമൃദ്ധമായ ആ വിളവുണ്ടാകുമ്പോ അതെല്ലാം പാണ്ഡികശാലകളിൽ നിറച്ചു കഴിഞ്ഞാൽ ആ സമൃദ്ധമായ വർഷം കഴിയുമ്പോ എന്ത് ചെയ്യാം? ക്ഷാമത്തിന്റെ അനുഭവം കടന്നു വരുമ്പോ ദേശത്തുള്ളവർക്ക് അത് കൊടുക്കുവാനായിട്ടിടയായിട്ട് തീരും. ദേശം പട്ടിണി കൂടാതെ കഴിഞ്ഞു പോകുവാനിടയായിട്ട് തീരും. ഇതാണ് പ്രശ്നപരിഹാരം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവജനത്തിന്റെ ലക്ഷണമെന്ന് പറയുന്നത് പ്രശ്നമുണ്ടാക്കുകയല്ല, പ്രശ്നങ്ങൾ വലുതാക്കുകയല്ല, പ്രശ്നങ്ങൾ ഊതിവീർപ്പിക്കുകയല്ല, പ്രശ്നങ്ങൾ പറഞ്ഞു നടക്കുകയല്ല. പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് നോക്കണം. അഥവാ പ്രശ്നങ്ങൾ ഉണ്ടായാലോ, പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞത്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പൗരത്വ യോഗ്യതയിൽ 40 യോഗ്യതകളിൽ ശ്രേഷ്ഠമായതൊന്ന് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒന്ന് നോക്കിക്കേ, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, നമ്മുടെ കുടുംബത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ, രക്തബന്ധങ്ങളുടെ ഇടയ്ക്ക് പിണക്കങ്ങൾ ഉണ്ടാകുമ്പോ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. സമാധാനം വെറുതെ കയറി വരുന്നതല്ല. സമാധാനം വെറുതെ കയറി വരുന്നതല്ല. സമാധാനം ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തിടത്ത് അത് വിളിച്ചു വരുത്തണം. അതിനല്പം ശ്രമം ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസും എബ്രായ ലേഖനത്തിൽ പറയുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. അത് ഉത്സാഹിക്കേണ്ടതാണ്. അപ്പോ അതിന് ഒത്തിരി പ്രാക്ടീസ് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കണം, ദൈവസഭയെ, ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് എപ്പോഴും ദൈവസഭയെ കുനിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. IPC കർമ്മേൽ ഷാർജയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ആഗോള വ്യാപകമായ ദൈവസഭയെ ദൂതന്മാർ കുനിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ദൈവസഭയിൽ
ദൈവത്തിന്റെ പരിജ്ഞാനം വെളിപ്പെടുന്നത് കാണുവാൻ. ദൈവത്തിന്റെ ജ്ഞാനം എപ്രകാരമാണ് ദൈവസഭയിൽ അത് പ്രായോഗിക തലത്തിലേക്ക് വരുന്നതെന്ന് കാണുവാൻ സ്വർഗത്തിലെ ദൂതന്മാർ ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ക്വാളിറ്റി കാണേണ്ടതിന് ദൂതന്മാർ നോക്കുന്നത് ഭൂമിയിലെ ദൈവസഭയാണ്. അപ്പൊ ദൈവത്തിന്റെ ക്വാളിറ്റി നോക്കാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ പോരെ എന്നൊരു ചോദ്യം വരാം. ഇല്ല, ദൈവത്തിന്റെ മുഖത്ത് നോക്കുവാൻ അവർക്ക് അനുവാദമില്ല. ആർക്കും അനുവാദമില്ല. ദൂതന്മാർക്ക് പ്രത്യേകിച്ച് അനുവാദമില്ല ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുമ്പോ അവരെന്ത് ചെയ്യുന്നത്? രണ്ടുകൊണ്ട് അവരുടെ സാറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ടുകൊണ്ട് മറന്നുകൊണ്ട് അത്യുന്നതനായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവരാർത്തു പാടുന്നത്. അപ്പോ ദൈവത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുവാൻ ദൂതന്മാർ നോക്കുന്നത് ദൈവസഭയാണെങ്കിൽ ദൈവസഭയിൽ എന്ത് വെളിപ്പെടണം? ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടണം, ദൈവത്തിന്റെ ക്വാളിറ്റി വെളിപ്പെടണം. ദൈവസഭയിൽ ദൈവത്തിന്റെ ക്വാളിറ്റി വെളിപ്പെടണമെങ്കിൽ ദൈവസഭയിലുള്ളതായ അംഗങ്ങൾ എന്തായിരിക്കണം? ദൈവത്തിന്റെ ക്വാളിറ്റി ഉള്ളവരായിരിക്കണം, ദൈവത്തിന്റെ ഗുണമുള്ളവരായിരിക്കണം. അതുകൊണ്ടാ പൗലോസ് വീണ്ടും പറയുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ, ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ മനസ്സുള്ളവരാകുന്നു. ദൈവമക്കൾ ആരാണ്? ദൈവത്തിന്റെ മനസ്സുള്ളവരാണ്. നമുക്കൊന്ന് നോക്കാം, എന്റെ മനസ്സ് ദൈവത്തിന്റെ മനസ്സ് പോലെയാണോ എന്ന് ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാ. പ്രൈസ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനം ഇല്ലാതിരിക്കുന്ന ഇടത്ത് സമാധാനം ഉണ്ടാക്കുവാനുള്ളതായ ഉത്തരവാദിത്വം ദൈവജനത്തിനാണ്. ഉള്ള സമാധാനത്തെ തച്ചുടയ്ക്കുകയല്ല, അത് മാറ്റിക്കളയുകയല്ല, ഉള്ള സമാധാനം വർദ്ധിപ്പിക്കുവാനാണ് ദൈവജനം ശ്രമിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഈ 17 വയസ്സുള്ള ഏതാണ്ട് 30 വയസ്സ്, ഇപ്പൊ യോസഫിന് 30 വയസ്സുണ്ട്. ഈ 30 വയസ്സുള്ളതായ യോസഫിന് എവിടുന്ന ഈ പരിജ്ഞാനം കിട്ടിയത്? പ്രൈസ് ദി ലോർഡ്. ഉന്നത വിദ്യാഭ്യാസശാലകളിൽ അവൻ പഠിച്ചതാണോ? വിദ്യാഭ്യാസമാണോ അവന് കൊടുത്തത്? അല്ല. അവന് ലോകപരിജ്ഞാനമാണോ കൊടുത്തത്? ഇതുവരെയുള്ളതായ ലോകപരിജ്ഞാനം എന്താണ്? 30 വയസ്സിനിടയ്ക്ക് അവന് കിട്ടിയ ലോകപരിജ്ഞാനം എന്താണ്? 17 വയസ്സ് വരെ അപ്പനോടുകൂടെ ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ പരിജ്ഞാനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടി അല്ല യോസഫ് വന്നത്. അവന് പൊട്ടക്കിണറിൽ നിന്ന് പൊത്തിഫറിന്റെ ഭവനം, അവിടെ നിന്ന് ജയില്, ഇങ്ങനെ ഒരിക്കലും ഒരു വിവരം കിട്ടാത്ത അല്ലെങ്കിൽ ഒരു പരിജ്ഞാനം കിട്ടാൻ സാധ്യതയുള്ളതായ ഇടത്തുകൂടിയല്ല അവന്റെ യൗവന പ്രായത്തിൽ ഈ 30 വയസ്സ് വരെ യോസഫ് കടന്നു വന്നത്. പക്ഷേ ഈ വിലപ്പെട്ട പരിജ്ഞാനം അവൻ എവിടുന്ന് കിട്ടി? ദൈവവുമായിട്ടുള്ളതായ ആ സമ്പർക്കത്തിൽ അവന് കിട്ടുകയാണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? തന്റെ പിതാവിന്റെ ഭവനത്തിൽ താൻ സ്വപ്നം കണ്ടു. 2 സ്വപ്നങ്ങൾ അവൻ കണ്ടു. ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി തന്നെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം. അത് തന്റെ ജീവിതത്തിൽ നിറവേറാൻ പറ്റാത്തതായ സാഹചര്യങ്ങളിൽ കൂടിയാണ് പിന്നെ അവൻ കടന്നു വന്നതായ ഓരോ സന്ദർഭങ്ങളും. പക്ഷേ അവന് പ്രതികൂലമായി നിന്നതായ സന്ദർഭങ്ങളിലൊന്നും അവനിൽ പകരപ്പെട്ടതായ ദൈവകൃപ അവൻ ചോർത്തിക്കളഞ്ഞില്ല, ദൈവകൃപ വൃഥാവാക്കി കളഞ്ഞില്ല, ദൈവകൃപ അവൻ നഷ്ടമാക്കിയില്ല. പൊത്തിഫേറിന്റെ ഭവനത്തിൽ വെച്ച് തന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ അതവൻ തെളിയിച്ചു കൊടുത്തു. തിരിച്ച് കാരാഗ്രഹത്തിൽ വന്നപ്പോ ഇനി മിണ്ടാതിരിക്കാമെന്ന് പറഞ്ഞ് അവിടെ മിണ്ടാതിരുന്നില്ല. ദൈവം അവന്റെ മേൽ പകർന്നതായ ആ ദൈവകൃപ അവൻ യൂട്ടിലൈസ് ചെയ്തു. ആ കൃപയിൽ നിന്ന് അവൻ അല്പം പോലും താഴേക്ക് പോയില്ല. ആ കൃപയാണ് ആ പരിജ്ഞാനത്തിലേക്ക് അവനെ കൊണ്ടുവന്നത്. അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം എങ്ങനെയാ പ്രാപിക്കേണ്ടത്?
ദൈവകൃപ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് നാം വരുവാനായിട്ടിടയായിട്ട് തീരും. യോസഫിന്റെ കാലഘട്ടമല്ല നമ്മുടെ ഇന്നത്തെ കാലഘട്ടം, മനസ്സിലാക്കണം. അന്ന് എഴുതപ്പെട്ട ന്യായപ്രമാണമില്ല, എഴുതപ്പെട്ടതായ വിശുദ്ധിയുടെ പ്രമാണമില്ല. ആര് ഉപദേശിച്ചു കൊടുക്കുവാൻ കൂടെ പുറകെ നടന്ന് ബൈബിൾ ക്ലാസ് എടുക്കാനോ ഉപദേശിച്ചു കൊടുക്കുവാനോ സഭാധ്യക്ഷന്മാരോ കൂടെ അവനോടുകൂടെ ആരാധിക്കാൻ ആരുമില്ല. ഇന്നോ നമ്മുടെ സാഹചര്യം എന്താണ്? ദൈവവചനം എത്ര വേണമെങ്കിലും ലഭിക്കാം, ദൈവവചനം എത്ര വേണമെങ്കിലും കേൾക്കാം, ദൈവവചനം ഏതൊക്കെ രീതിയിൽ പഠിക്കണമോ അതൊക്കെ ആ രീതിയിലൊക്കെ പഠിക്കാൻ നമുക്ക് സൗജന്യമായി കിട്ടിയിരിക്കുന്നതായ സന്ദർഭം. മാത്രമോ കേൾക്കണ്ട പറഞ്ഞാലും പിടിച്ചിരുത്തി കേൾപ്പിക്കാൻ നിർബന്ധിതമാകുന്നതായ സാഹചര്യങ്ങൾ, വളരെ അറിവുള്ളതായ ദൈവ ഭൃത്യന്മാരെ കൊണ്ട് നിറഞ്ഞതായ ലോകം, അതിന്റെ മധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോ ദൈവിക പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ എന്തെളുപ്പം. പക്ഷേ നമ്മൾ ആരെങ്കിലും ആ ദൈവിക പരിജ്ഞാനം പ്രാപിപ്പാൻ ഉത്സാഹം കാണിക്കാറുണ്ടോ? സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവിക പരിജ്ഞാനമുള്ളവർക്ക് മാത്രമേ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ട് നാം മുഖാന്തരം ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മിൽ ദൈവകൃപയില്ലാത്തത് കൊണ്ടാണ്, നമ്മിൽ ദൈവ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ രാത്രിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? കർത്താവേ, സമാധാനമില്ലാതിരിക്കുന്ന, സമാധാനം പേരിന് പോലും ഇല്ലാതിരിക്കുന്ന ഈ ലോകത്തിൽ നോക്കൂ, എവിടെ നോക്കിയാലും അരക്ഷിതാവസ്ഥയാണ്. കഴിഞ്ഞ സൺഡേയിൽ നമ്മുടെ ദുബായിലെ ബേതേൽ ഇമ്മാനുവൽ IPCയിലെ ഒരു ദേവദാസൻ, അദ്ദേഹം സഭായോഗത്തിന് പോകാനായിട്ട് ട്രിനിറ്റി ചർച്ചിന്റെ ആ കോമ്പൗണ്ടിലെത്തി. അവിടെ അദ്ദേഹം കുഴഞ്ഞു വീണു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് ഹാർട്ട് അറ്റാക്കായി. ഇപ്പോൾ റാഷീദ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്, ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പാസ്റ്റേഴ്സിന്റെയും റീജിയന്റെയും ഗ്രൂപ്പിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യകരമായിരിക്കുന്നത് അനുഭവം. ചെറുപ്പക്കാർ, വളരെ ചെറുപ്പക്കാരായവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭവനങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും കാണുന്നതായ അക്രമങ്ങൾ, അതിക്രമങ്ങൾ, ദുഷ്ടതകൾ മൂലം നമ്മുടെയും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവസഭയിൽ ശ്രദ്ധിക്കണമേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകൾ എന്ന് പറയുന്നതായ കൂട്ടായ്മകളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുവാൻ, അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്കിലേക്ക് നാം കടന്നു വരുവാൻ നാം വളരെ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഭവനങ്ങൾക്കകത്ത് അരോചകമായിരിക്കുന്നതായ ശബ്ദങ്ങളൊന്നും ഉണ്ടാകരുത്. അസമാധാനതകൾ ഉണ്ടാക്കുന്നതായ കാര്യങ്ങൾ ഒന്നും ഉണ്ടാകരുത്. ഭർത്താവ് ഭാര്യയെ മറച്ചോ, ഭാര്യ ഭർത്താവിനെ മറച്ചോ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ മറച്ചോ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ മറച്ചോ രഹസ്യമായ ഒരു നടപടികൾക്കും പോകരുത് എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ്. അപ്പൊ ഫറവോൻ എന്ത് ചെയ്തു? പ്രശ്നപരിഹാരം കേട്ടു. പ്രശ്നപരിഹാരം കേട്ട് കഴിഞ്ഞപ്പോ ഫറവോൻ പറഞ്ഞു, ആ പ്രശ്നപരിഹാരം അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ, അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുവാൻ നിന്നെ പോലെ കഴിവും സാമർഥ്യവുമുള്ള മറ്റൊരുവനില്ല, ഈ രാജ്യത്ത് മറ്റൊരുവനില്ല. അതുകൊണ്ട് യോസഫേ, നീ തന്നെയായിരിക്കണം അതിന്റെ ഉത്തരവാദി. 30 വയസ്സാണ്. ഫറവോൻ ചോദിച്ചില്ല, യോസഫേ നിന്റെ എക്സ്പീരിയൻസ് എന്താണ്? നീ എത്ര കൃഷി ചെയ്തിട്ടുണ്ട്? പാണ്ഡികശാലകളുടെ കണക്ക് നിനക്കറിയാമോ? അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നിനക്കറിയാമോ? ധാന്യങ്ങൾ അളക്കുന്നതായ അളവ് നിനക്കറിയാമോ? അതിന്റെ വില നിനക്കറിയാമോ?
അതൊന്നും ഫറവോൻ ചോദിച്ചില്ല. അവന്റെ എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചില്ല. പൂർവകാല ജോലിയെ കുറിച്ച് ചോദിച്ചില്ല. ദൈവം ഒരുവനെ ഉയർത്തുവാൻ ആഗ്രഹിച്ചാൽ അവന്റെ പൂർവകാലം ദൈവത്തിനൊരു പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിച്ചാൽ ഇന്നലകളുടെ തോൽവി ദൈവത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിച്ചാൽ ഇന്നലകളുടെ പ്രവൃത്തി പരിചയമല്ല അതിനടിസ്ഥാനം. ദൈവത്തിന്റെ കടാക്ഷമാണ്, ദൈവ കൃപയുടെ അളവിന്റെ വ്യാപാരമാണ് അതിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കി ദൈവകൃപയിൽ വളരുവാൻ നമുക്ക് നാം പരിശ്രമിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവപ്രവൃത്തി ആരുടെയും ജീവിതത്തിൽ നിന്ന് അന്യപ്പെട്ട് പോകുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ഫറവോൻ പറഞ്ഞു, നീ തന്നെയാണ് അതിന് യോഗ്യൻ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഞാൻ നിന്നെ ദേശത്തിലെ രണ്ടാമനാക്കി മാറ്റാൻ പോവുക. ഒന്നാമൻ ഞാനാണ് ഫറവോൻ, രണ്ടാമനാക്കി മാറ്റാൻ പോകുകയാണെന്ന് പറഞ്ഞ് തന്റെ മുദ്രമോതിരം ഊരി യോസഫിനെ കൊടുക്കുകയാണ്. എന്താ മുദ്രമോതിരത്തിന്റെ പ്രത്യേകത? ഏതെങ്കിലും വിളംബരം പുറപ്പെടുവിക്കുമ്പോ ആ വിളംബരത്തിന്റെ പുറത്ത് മുദ്ര വെക്കുന്നത് രാജാവിന്റെ കയ്യിലുള്ളതായ മുദ്രമോതിരമാണ്. ഇത് രാജകീയ പദവിയാണ്, രാജകീയ അധികാരമാണ്. ആ അധികാരമാണ് ആര് കൊടുത്തത്? ആ യോസഫിന് ഫറവോൻ കൊടുത്തത്. ഫറവോൻ എന്നതായ പേരുകൊണ്ട് മാത്രം ഞാൻ നിനക്ക് മുകളിലായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നീ എനിക്ക് തുല്യനായിരിക്കുമെന്ന് പറഞ്ഞ് ഫറവോനുള്ളതെല്ലാം എല്ലാറ്റിലും അവനെ അധികാരിയാക്കി മാറ്റുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് യോസഫിന് വന്നതായ മാറ്റം. ദൈവം ഒരുവനെ ഉയർത്താൻ ആഗ്രഹിച്ചാൽ അതിന് വർഷങ്ങളുടെ ആവശ്യമില്ല. നിമിഷ നേരം കൊണ്ട് ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയും. ഏതായാലും കാര്യങ്ങൾ വളരെ സുഖകരമായി മുന്നോട്ട് പോകുകയാണ്. 41 അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോ അതിന്റെ 48, 49 വാക്യങ്ങളിൽ യോസഫ് ചെയ്യുന്നതായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മിസ്രയീം ദേശത്ത് സുരക്ഷിതമായ 7 സംവത്സരം ഉണ്ടായി. ധാന്യമൊക്കെ യോസഫ് ശേഖരിക്കാനിടയായി. അത് പട്ടണങ്ങളിൽ പണിതതായ പാണ്ഡികശാലകളിൽ, ഗോഡൌൺസില് അത് ശേഖരിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. അപ്പൊ എന്തും വേണ്ടി ധാന്യം ആ 7 സംവത്സരം കൊണ്ട് ഉണ്ടായെന്ന് നോക്കണം. ദേശത്ത് ഒരു സൈഡിൽ ദേശത്ത് സുഭിക്ഷത ഉണ്ടായപ്പോ ദേശത്ത് അതിൻ്റെതായിട്ടുള്ള ധാന്യം വിളയുമ്പോ യോസഫിന്റെ പേഴ്സണൽ ലൈഫിലും ഉണ്ട് കേട്ടോ മാറ്റം. യോസഫിന്റെ പേഴ്സണൽ ലൈഫിലും മാറ്റം വന്നു. എന്താ യോസഫിന്റെ പേഴ്സണൽ ലൈഫിൽ വന്ന മാറ്റം? 41 അധ്യായത്തിന്റെ 50 മുതലുള്ളതായ വാക്യം, 50 മുതൽ 52 വരെയുള്ളതായ വാക്യങ്ങളിൽ യോസഫിന്റെ കുടുംബത്തിന്റെ പേഴ്സണലി അവന് ലഭിക്കുന്ന അനുഗ്രഹമാണ്. ദൈവവൈതൽ ദൈവകൃപയോടെ നിൽക്കുകയാണെങ്കിൽ ദേശത്ത് മാത്രമല്ല സ്വഭവനത്തിലും അനുഗ്രഹം ഉണ്ടാകും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ സ്വഭവനത്തിലും അനുഗ്രഹം ഉണ്ടാകും. എങ്ങനെയാണ് യോസഫിന്റെ ഭവനത്തിൽ അനുഗ്രഹമായി വ്യാപരിക്കുന്നത്? ക്ഷാമകാലം വരും മുമ്പേ യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. വളരെ ആഴമായ ഒരു കാര്യം. എന്താണ് യോസഫിന് ലഭിച്ച യോസഫ് ഇട്ടതായ പേര്? തന്റെ ആദ്യജാതന് ഇട്ടതായ പേരെന്താണ്? മനശ്ശെ. മനശ്ശെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ പിതൃഭവനത്തെ കഷ്ടതയെയും പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. എന്താ എന്റെ അർത്ഥം? എന്റെ കഷ്ടത, ആ കഷ്ടത വന്നത് ആര് മുഖാന്തരമാണ്? തന്റെ പിതൃഭവനം മുഖാന്തരമാണ്. ഒരിക്കലും
ഉണ്ടാകുവാൻ പാടില്ലാത്തതായി ഇടത്തു നിന്നാണ് ആ വേദനയുടെ അനുഭവം ഉണ്ടായത്. ഹൃദയത്തിനേറ്റ ആഴമേറിയതായ മുറിവ് സ്വഭവനത്തിൽ നിന്നാണ് ഉണ്ടായത്, സ്വന്തം സഹോദരന്മാരിൽ നിന്നാണ് ഉണ്ടായത്. അതെല്ലാം എന്നെ മറക്കുമാറാക്കി. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, മറക്കേണ്ടത് മറക്കണം. ഒരു ദൈവ പൈതൽ അനുഗ്രഹിക്കപ്പെടുമ്പോ ശ്രദ്ധിക്കണമേ, അനുഗ്രഹിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? മറക്കേണ്ടതൊക്കെ മറക്കണം. നമ്മളെ സംബന്ധിച്ച് ഓർക്കേണ്ടത് പലതും ഓർക്കാറില്ല, മറക്കേണ്ടത് പലതും മറക്കാറില്ല. മറക്കേണ്ടത് ഓർക്കുകയും ഓർക്കേണ്ടത് മറക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിവരിക്കുന്നില്ല, അത് അവരവർ തന്നെ കേൾവിക്കാർ അവരവർ തന്നെ ഒന്ന് ശോധന ചെയ്യണം. രണ്ടാമത് യോസഫ് പറയുകയാണ്, സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തെ പുത്രന് എബ്രഹീം എന്ന് പേരിട്ടു. വർദ്ധനവ് മറക്കുമാറാക്കുമ്പോഴാണ്, മറക്കേണ്ടത് ചിലത് മറക്കുമ്പോഴാണ്, വിട്ടുകളയേണ്ടത് ചിലത് വിട്ടുകളയുമ്പോഴാണ്, മരിപ്പിക്കേണ്ടത് ചിലത് മരിപ്പിച്ചു കളയുമ്പോഴാണ് ഒരു വർദ്ധനവ് വരുന്നത്. അങ്ങനെയെങ്കിൽ വർദ്ധനവ് വരാത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ചിലത് മറന്നു കളയുവാൻ മടിക്കുന്നത് കൊണ്ട്, ചിലത് വിട്ടുകളയുവാൻ മടിക്കുന്നത് കൊണ്ട്, ചിലതിനെ മരിപ്പിക്കുവാൻ ശ്രമിക്കാത്തത് കൊണ്ട് നമുക്കുള്ളതായ വർദ്ധനവുകൾ തടയപ്പെടും. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യുവാൻ ഈ ബൈബിൾ ക്ലാസ് മുഖാന്തരം ഇടയായാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. മിസ്രയീമിലെ ആ ഉണ്ടായതായ ക്ഷാമം, നേരത്തെ ദൈവകൽപിതമായ ക്ഷാമം, അത് മിസ്രയീമിൽ ഉണ്ടാകുകയാണ്. എന്തിനാണ് മിസ്രയീമിൽ ക്ഷാമം ഉണ്ടായത്? എന്തിനാണ് ക്ഷാമം ഉണ്ടായത്? അത് വെറുതെ കാലാവസ്ഥയുടെ ദോഷം കൊണ്ടുണ്ടായതാണോ? അല്ലോ ദേശത്തിന്റെ ആ ജിയോഗ്രഫിക്കൽ ഷേപ്പ് കൊണ്ടുണ്ടായതാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കലാമിറ്റീസ് കൊണ്ടുണ്ടായതാണോ? അവിടെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്താ ഉണ്ടാകാൻ കാരണം? ദൈവത്തിന്റെ വിലപ്പെട്ട ഒരു പദ്ധതിയുടെ ആവിഷ്കാരമാണ് അവിടെ. ദേശത്ത് ക്ഷാമമുണ്ടായില്ല എങ്കിൽ അവിടെ കനാൻ ദേശത്ത് നിന്ന് ഒരിക്കലും ഇസ്രയേലിന്റെ അല്ലെങ്കിൽ യാക്കോബിന്റെ കുടുംബം മിസ്രയീമിൽ വരികയില്ല. മിസ്രയീമിൽ അവർ വരാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? കനാൻ ദേശം അവർ വിടാതെ അവർ ആ കനാൻ ദേശത്ത് തന്നെ പെറ്റുപെരുകിയെന്നിരിക്കട്ടെ. കനാൻ ദേശം എന്ന് പറയുന്നത് മ്ലേച്ഛതയുടെ ദേശമാണ്. യാക്കോബിന്റെ സമയത്ത് അത്രത്തോളം മ്ലേച്ഛത വന്നിട്ടില്ല. പക്ഷേ മ്ലേച്ഛത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ദേശമായിരുന്നു അത്. 400 വർഷങ്ങൾ കഴിഞ്ഞപ്പോ ലോകത്തുള്ളതായ മ്ലേച്ഛതകളുടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അബോമിനേഷൻ ടു ഗോഡ്, ദൈവം മ്ലേച്ഛമായത് എന്ന് പറയുന്ന പല കാര്യങ്ങളുടെയും മൂർധന്യാവസ്ഥയിലേക്ക് കനാൻ ദേശം എത്തുവാനിടയായി. പറഞ്ഞ മനസ്സിലായോ? യാക്കോബും കുടുംബവും മിസ്രയീമിലേക്ക് പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ യാക്കോബിന്റെ സന്തതികൾ എന്ത് ചെയ്തതെന്നറിയാമോ? തമ്മിൽ വഴക്കടിച്ച്, തമ്മിൽ യുദ്ധം ചെയ്ത്, തമ്മിൽ പോരടിച്ച് അവർ ഈ കനാന്യരുമായിട്ട് അങ്ങ് ഇടകലർന്ന് കനാന്യരുടെ നടപ്പനുസരിച്ച് അവരങ്ങ് പോകും. കനാന്യരുടെ ദുഷ്ടതയിലേക്ക് എവരും ഭാഗവാക്കാകും. അബ്രഹാമിന്റെ സന്തതിയായ, ഇസഹാക്കിന്റെ സന്തതിയായ യാക്കോബിന്റെ സന്തതി പരമ്പരകൾ എന്ത് ചെയ്യും? വേർതിരിച്ച് വരുവാൻ കഴിയാത്ത വിധത്തിൽ കനാന്യരുടെ പാപങ്ങളിൽ അകപ്പെട്ട് അവർ എന്നേക്കുമായി ലോകത്തിന്റെയും പാപത്തിന്റെയും വഴികളിലേക്ക് ഇടകലർന്നതങ്ങ് മാറും. പിന്നെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമുണ്ടല്ലോ, അബ്രഹാമിൽ കൂടെ ലോകരക്ഷിതാവ് വരുമെന്നുള്ളതായ വാഗ്ദത്തമുണ്ടല്ലോ, ഒരു വീണ്ടെടുപ്പുകാരൻ വരുമെന്നുള്ള വാഗ്ദത്തമുണ്ടല്ലോ. ആ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ കനാൻ ദേശത്തുള്ളതായ ഈ അബ്രഹാമിന്റെ സന്തതികൾ ദൈവ വഴിവിട്ട് എന്നേക്കുമായി പോകും.
അത് പോകാതിരിക്കേണ്ടതിന് അവരെ കനാൻ ദേശത്തു നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തേണ്ടത് ആവശ്യമായിരുന്നു. താൽക്കാലികമായി മാറ്റി നിർത്തുന്ന എന്തിനു വേണ്ടിയാണ്? കനാൻ ദേശത്തെ പാപം വർദ്ധിക്കണം. അവർ ദൈവത്തെ അറിയാത്തവരായി പാപത്തിൽ മുഴുകിക്കഴിഞ്ഞപ്പോ ദൈവം അവരെ വിട്ടുകളഞ്ഞു. അവർ പാപത്തിൽ വർദ്ധിച്ച് ദൈവത്തിന്റെ നിത്യമായ ശിക്ഷയ്ക്ക് വരത്തക്ക രീതിയിൽ പാപം അവരുടെ മേൽ കുന്നിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ അയക്കുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. പാപം ദൈവത്തിന്റെ ആ സ്കെയിൽ അനുസരിച്ച് വർദ്ധിക്കുമ്പോ പാപത്തിനുള്ളതായ ശിക്ഷയും ആ സ്കെയിൽ അനുസരിച്ച് വർദ്ധിക്കും. അപ്പൊ ദേശത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ പാപത്തെ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തേണ്ടതിന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ന് നാം കണ്ടുവരുന്നത് അതാണ്. വർത്തമാനകാലത്ത് നാം കണ്ടുവരുന്നത് അതാണ്. കേരളത്തിലെ കാര്യം തന്നെ എടുക്ക്. നമുക്കറിയാം, ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്തതായ പാപത്തിന്റെ ക്രൂരതയിലേക്കാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശിക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നാം മറന്നു പോകരുത്. പക്ഷേ നിലവിളിക്കുന്ന, ദൈവത്തെ അറിയുന്ന, ദൈവത്തിന്റെ സന്നിധാനത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത ഒരു വലിയ കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശിക്ഷ ദൈവം തൽക്കാലം നടപ്പാക്കാതിരിക്കുന്നത് എന്നും കൂടെ ഓർത്തു വേണം നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനകളും നമ്മുടെ മധ്യസ്ഥതകളും വരുവാൻ. പോട്ടെ, ഞാൻ ആ വിഷയം അങ്ങനെ വിടുകയാണ്. അപ്പോ കനാൻ ദേശത്ത് ആ പാപത്തിന്റെ അനുഭവം വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ ജനത്തെ അവിടുന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ദൈവം ആ ജനത്തെ മാറ്റേണ്ടതിന് വേണ്ടി കണ്ടതായ ഒരു ദേശമാണ് മിസ്രൈമി ദേശം. എന്തുകൊണ്ടാണ് മിസ്രൈം ദേശത്തേക്ക് തന്നെ അയക്കാൻ കാരണം? എന്തുകൊണ്ട് കനാൻ ദേശത്തോട് തൊട്ടുകിടക്കുന്നതായ മറ്റു ദേശങ്ങളിലേക്ക് അയച്ചില്ല എന്ന് ചോദിച്ചാൽ അവിടെ വിലപ്പെട്ട മറ്റൊരുത്തരം നമുക്ക് കിട്ടുവാൻ കഴിയും. മിസ്രൈമ്യ ജനത്തെ മിസ്രൈമ്യരെ സംബന്ധിച്ച് ഇസ്രായേലിനെ കരുതുന്നത് അവരെ നികൃഷ്ടരായിട്ട്, താഴ്ന്ന ജാതിക്കാരായിട്ടാണ്. അതുകൊണ്ട് മിസ്രൈമ്യരുമായി ഇസ്രായേലിന് അവര് ശ്രമിച്ചാൽ പോലും, ഇസ്രായേൽ ശ്രമിച്ചാൽ പോലും മിസ്രൈമ്യരുമായിട്ട് ഇടപഴകുവാൻ അവർ അനുവദിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുവാനോ അവരുടെ വീട്ടുകാരുമായിട്ടുള്ളതായ ബന്ധത്തിൽ ഏർപ്പെടുവാനോ, ഒരു വിവാഹ ബന്ധത്തിൽ ഒരു കുടുംബ ജീവിതം മിസ്രൈമ്യരുമായിട്ട് നയിക്കാനോ ഒന്നും മിസ്രൈമ്യർക്ക് ഇഷ്ടമേ അല്ല. അത് നമ്മൾ തുടർന്നുള്ളതായ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് മിസ്രൈമ്യരോട് ഇടപഴകാത്തതായ വിധത്തിൽ മിസ്രൈമ്യർ ഇസ്രായേലിനെ അകറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ട് അവരിന് പ്രത്യേക സ്ഥലത്ത് ഇസ്രായേലിന് അവകാശം കൊടുക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മിസ്രൈമ്യരുമായിട്ട് ആഴമായ ബന്ധം അവർക്ക് ഇടപെടുവാൻ കഴിയാത്ത രീതിയിൽ മിസ്രൈമ്യരുടെ ദേശത്ത് ഒരു സെപ്പറേറ്റ് ജനമായി നിർബന്ധമായി അവർക്ക് ജീവിക്കേണ്ടി വന്നു. അവരുടെ ആഗ്രഹം കൊണ്ടല്ല കേട്ടോ, അവരെ അങ്ങനെ മിസ്രൈമ്യർ കരുതിയത് കൊണ്ട് അവർക്ക് അങ്ങനെ ജീവിക്കേണ്ടി വന്നു. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവജനമായ ഇസ്രായേലിനെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി മിസ്രൈമിലേക്ക് തന്നെ അവരെ കൊണ്ടുവരണം. മിസ്രൈമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മിസ്രൈമിലേക്ക് ദൈവം ക്ഷാമം അയച്ച് യോസഫിനെ ക്ഷാമത്തിന് മുമ്പേ അവിടെ വരുത്തി യോസഫിൽ കൂടെ ഒരു വിടുതൽ അവിടെ വ്യാപരിപ്പിച്ച് യോസഫിനോടുള്ളതായ പ്രീതി കൊണ്ട് യാക്കോബിന്റെ കുടുംബത്തെ മുഴുവനും മിസ്രൈമിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന്റെ എഴുതപ്പെട്ട പുരാതനമേയുള്ള പ്ലാനായിരുന്നു. അത് വർത്തമാനകാലത്ത് സംഭവിച്ചതായ പ്ലാൻ അല്ല. അത് വളരെ മുമ്പ് തന്നെ ദൈവം എഴുതി വെച്ച പ്ലാനാണ്.
ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ പദ്ധതി നമുക്ക് അടിക്കടി പ്രോഗ്രസീവിലേക്ക് വരുന്നത് നാം ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. റിഡംഷൻ ഓഫ് മാൻകൈൻഡ് ത്രൂ ദ ബുക്ക് ഓഫ് ജെനസിസ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോ ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി ദൈവം ആഗ്രഹിക്കുന്നതായ ആ ജനത്തെ ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റിയാക്കി നിർത്തേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നത് കൊണ്ട് ബാക്കിയുള്ള ലോകത്തിലുള്ളതായ മറ്റു കാര്യങ്ങളെ എല്ലാം ദൈവം അതിനനുകൂലമാക്കി ക്രമീകരിച്ചു കൊണ്ടുവരികയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതായ ജനത്തിനു വേണ്ടി ദൈവം ഭാവിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതിന് ഇന്നും ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോക പവറുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ലൈമാറ്റിക് കണ്ടീഷൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ കണ്ടീഷൻ അതിനനുസരിച്ച് ദൈവം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ ഒരു വിഷയത്തെയും ഓർത്ത് എന്ത് ചെയ്യേണ്ട? വ്യാകുലരായി തീരേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ 41-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? യോസഫ് തന്റെ ജീവിതത്തിന്റെ 4-ാം ഘട്ടത്തിലേക്ക് മാറ്റപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നു. ആ 4-ാം ഘട്ടം ഏതുവരെ തുടരുന്നറിയാമോ? ആ 4-ാം ഘട്ടം യോസഫ് തന്റെ സഹോദരന്മാർക്ക് മുമ്പിൽ സഹോദരന്മാരെ കാണുന്നത് അല്ലെങ്കിൽ സഹോദരന്മാർക്ക് മുമ്പിൽ വെളിപ്പെടുന്നത് വരെ ആ കാര്യം തുടരുകയാണ്. 42-ാം അധ്യായത്തിലെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ 42-ാം അധ്യായത്തിൽ ധാന്യം കൊള്ളുവാനായിട്ട് യോസഫിന്റെ സഹോദരന്മാർ കടന്നു വരികയും കരനാട്ടില് ക്ഷാമമുണ്ടായി. നിൽക്കാൻ കഴിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോ യോസഫ് പറഞ്ഞു, മിസ്രൈമിൽ ധാന്യം ഉണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ധാന്യം കൊള്ളുവാനായിട്ട് പോകണം. ധാന്യം വാങ്ങിക്കാൻ ആവശ്യമായ പണവും കരുതിക്കോണം, കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ 10 സഹോദരന്മാർ ഒന്നിച്ചു പോകുകയാണ്. രൂപൻ മുതൽ യോസഫിന് മുമ്പ് വരെയുള്ളതായ 10 സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ട് ഈ 10 പേരും കൂടെ മിസ്രൈം ദേശത്ത് വരികയാണ്. മിസ്രൈം ദേശത്ത് വരുമ്പോ അവർ യോസഫിന്റെ മുമ്പിൽ വരാതെ നിവർത്തിയില്ല. കാരണം സകലത്തിന്റെ കൺട്രോളിങ് യോസഫിന്റെ മുമ്പിൽ യോസഫാണ്. യോസഫിന്റെ അടുത്ത് വന്ന പെർമിഷൻ ചോദിക്കാതെ ആർക്കും ധാന്യം കൊടുക്കാൻ ധാന്യം കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് കനാൻ ദേശത്ത് നിന്ന് വന്നതായ ഇവരും എന്ത് ചെയ്തു? യോസഫിന്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. യോസഫിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഈ 10 പേരെ കണ്ടപ്പോ യോസഫിന് മനസ്സിലായി ഇവര് എന്റെ സഹോദരന്മാരാണെന്ന് മനസ്സിലായി. പക്ഷേ യോസഫ് അവർക്ക് മുമ്പിൽ വെളിപ്പെട്ടില്ല. അതിന് കാരണം അവരുടെ സ്വഭാവത്തെ അവർക്ക് തന്നെ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. ഏതായാലും അതുപോട്ടെ, ധാന്യം കൊള്ളുവാനായിട്ട് യാക്കോബിന്റെ മക്കൾ മിസ്രൈമിലേക്ക് കടന്നു വരികയാണ്. അവിടെ വന്ന് അവര് യോസഫിന്റെ മുമ്പിൽ നിന്നു. യോസഫ് അവരെ വിചാരണ ചെയ്യുകയാണ്. യോസഫിന് കാര്യം മനസ്സിലായി. യോസഫ് പറഞ്ഞു, നിങ്ങൾ കനാൻ ദേശത്ത് നിന്ന് മിസ്രൈമിനെ ഒറ്റുനോക്കാൻ വന്നതായ സ്പൈസാണ്, ചാരന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധാന്യം തരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരെ പരീക്ഷിപ്പാനായിട്ട് തുടങ്ങുകയാണ്. ഒടുവിൽ അവർ കാര്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാം കാര്യം, ഞാൻ അതുകൊണ്ട് വിവരിക്കുന്നില്ല. അത് രണ്ടാമനായ യാക്കോബിന്റെ 2-ാമത്തെ പുത്രനായ ശിമയോനെ പിടിച്ച് തടവിലാക്കിയിട്ട് ബാക്കി 9 പേരെയും ധാന്യം കൊടുത്ത് മടക്കി വിടുകയാണ്. ധാന്യം കൊടുത്ത് മടക്കി വിടുമ്പോ അവരോ വേലക്കാരോട്, ആ ഭണ്ഡാര സൂക്ഷിപ്പുകാരോട് യോസഫ് പറഞ്ഞു, നിങ്ങൾ അവരുടെ ചാക്കിൽ ധാന്യം നിറയ്ക്കുമ്പോ അവരുടെ പണം കൂടെ എന്ത് ചെയ്യണം? ആ ചാക്കിനകത്ത് വെച്ച് കെട്ടിയേക്കണം. എന്നിട്ട് അവര് പറഞ്ഞയക്കാനായിട്ട് പറഞ്ഞു. ഏതായാലും അവരെ ധാന്യം കൊടുത്ത് പറഞ്ഞു വിട്ടു. അവരുടെ പണം അവരുടെ ചാക്കിൽ തന്നെ വെച്ചു. വഴിയിൽ വെച്ച് അവരുടെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതിന് വേണ്ടി അവർ ധാന്യച്ചാക്ക് തുറന്നപ്പോ അതായിരിക്കുന്നു അവന്റെ തുറന്ന ആളിന്റെ ചാക്കിൽ അവൻ കൊണ്ടുവന്നതായ പണം. അവർ വല്ലാതെ ഭയപ്പെട്ടു.
ഇനിയും ഇതുമൂലം എന്താ ദോഷം വരാൻ പോകുന്നതെന്നുള്ളവർക്ക് അവര് ഭയം കൊണ്ട് നിറയുകയാണ്. തുടർന്നുള്ളതായ അവരുടെ തുടർമാനമായിരിക്കുന്നതായ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ അവർ ആ ഭയത്തിന് അടിമകളാണ്. യോസഫിൽ നിന്ന് എപ്പോഴാണ് അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്നൊരു വിഷയം കടന്നു വരുന്നത് എന്ന് ആലോചിച്ച് അവരുടെ സമാധാനം മൊത്തത്തിൽ നഷ്ടപ്പെട്ട 13 വർഷം സമാധാനമില്ലാതെ യോസഫ് ആയിരുന്നതായ ആ അവസ്ഥ, അതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും സഹോദരന്മാർ അറിയേണ്ടത് ആവശ്യമാണ്. കൊടുത്താൽ എന്ത് ചെയ്യും? കൊല്ലത്തും കിട്ടുമെന്നാണ് ഒരു ചൊല്ല്. നമ്മൾ സൂക്ഷിക്കണം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോ കൊടുത്തത് തന്നെ വിതച്ചത് തന്നെ കൊയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നന്മ വിതച്ചാൽ നന്മ കൊയ്യും, തിന്മ വിതച്ചാൽ തിന്മ കൊയ്യും. അതുകൊണ്ട് നാം ഇന്ന് കൊയ്യുന്നത് എന്താണ് എന്ന് നോക്കി വേണം, ഇന്ന് വിതയ്ക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു വേണം വിതയ്ക്കാൻ. സൗകര്യം കിട്ടുന്നത് പോലെ വിതയ്ക്കരുത്. അതിനൊരു റിട്ടേൺ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. കഴിഞ്ഞ 13 വർഷം ഇങ്ങനെ ഒരു റിട്ടേൺ വരുമെന്നുള്ള കാര്യം അവർ പ്രതീക്ഷിച്ചേയില്ല. എന്നാൽ ധാന്യം കൊണ്ട് മടങ്ങിപ്പോകുമ്പോ അവരുടെ ഹൃദയം കലുഷിതമായി നോക്കിക്കേ, ഹൃദയത്തിന് സമാധാനമില്ല. അവർ വീട്ടിൽ ചെന്ന് ധാന്യച്ചാക്കുകൾ ഓരോരുത്തരും അഴിച്ചപ്പോ എല്ലാവരുടെ ധാന്യച്ചാക്കിലുമുണ്ട് ഈ സംഭവം. അവരുടെ കൊണ്ടുവന്നതായ പണം, എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെട്ടു. അപ്പനോട് പറഞ്ഞപ്പോ അപ്പനും ആകെ ഭയപ്പെട്ടു. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഓർക്കുവാൻ ഇടയായി. തന്റെ 2ാമത്തെ മകനും ബന്ധിതനായി എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ആ ഭവനത്തിനകത്തെ സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെടുവാൻ ഇടയായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്ലാസ്സോട് നിർത്തട്ടെ. നാം ഓരോ ദിവസത്തെയും വീത ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്നതായ പ്രവൃത്തി, ഒരുവനോട് ചെയ്യുന്നതായ പ്രവൃത്തി, ഒരുവന് അനുകൂലമായോ പ്രതികൂലമായോ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നത് റിട്ടേണായി തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് ഒരിക്കലും ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, കലിപ്പിന് പകരം കലിപ്പുണ്ടാക്കാതെ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആത്മീയമായി ഏതെങ്കിലും ദൂത് നമ്മുടെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെട്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. നാം ഒരിക്കലും ഫോഷ്ക്ക് പറയുന്നവരാകരുത്. ദൈവം മുമ്പാകെ നാം ഒരിക്കലും തിന്മ പ്രവർത്തിക്കുന്നവരാകരുത്. ദൈവഹിതമല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. മറ്റുള്ളവർക്ക് ഹല്ലേലൂയ നമ്മെക്കുറിച്ച് നല്ലവരാണെന്ന് പറയിപ്പിക്കുവാൻ നമുക്ക് കഴിയും. നല്ലവരല്ലാതിരിക്കെ നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യാം. ദൈവഹിതപ്രകാരമുള്ളതായ പ്രവൃത്തികൾ ചെയ്യുവാൻ ഉത്സാഹിക്കാം. സമാധാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കാം. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാൻ ശ്രമിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകളെ വിരാമം കുറിക്കുന്നു.